Hey students, welcome back to our class. നമ്മളിത് ലാസ്റ്റ് സെഷനാണ് ഈ ഒരു സ്റ്റോറിയുടെ. കഴിഞ്ഞ 3-4 ക്ലാസ് നമ്മളിതിങ്ങനെ പാട്ടായിട്ട് ചെയ്തു. അത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ കുറേയധികം സ്ട്രെയിൻ എടുക്കാതെ ഫോണിൽ നോക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും കൂടിയാണ് നമ്മളങ്ങനെ വളരെ സ്ലോ ആയിട്ട് കഥയിലൂടെ പോയത്. ഓക്കെ, ശ്രദ്ധിക്കുന്നത് ലാസ്റ്റ് ഭാഗമാണ്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഈ കുട്ടിയെയും കൊണ്ട് അമ്മ അങ്ങോട്ട് പോവുകയാണ്, ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവിടെ അങ്ങോട്ട് കയറുന്നു. അവരെ കൊണ്ട് ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫ് ആ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് കുട്ടിയെയും അമ്മയെയും. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. നോക്കാം ബാക്കി. They walked back across the entrance hall. Then a wide marble step with hollows worn in them. അങ്ങനെ എൻട്രൻസ് ഹാളിലൂടെ അവർ ഇങ്ങനെ മുകളിലോട്ട് കയറി പോവാണ്. Then up wide marble steps with hollows worn in them. അപ്പോൾ അങ്ങനെ അവിടെ മാർബിൾ ഉണ്ട്, ചെറിയ ദ്വാരങ്ങളൊക്കെ വീണ് മാർബിളാണ്, തേഞ്ഞു പോയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇതാണ് അല്ലേ. തിരിച്ചു നടക്കുന്നുകൊണ്ട് എൻട്രൻസ് ഹാളിലൂടെ തിരിച്ച് നടന്നുകൊണ്ട് അവർ ആ റൂമിലേക്ക് പോവാണ്. ആർനോൾഡ് ക്ലങ് ടു ദ ബാനിസ്റ്റർ നമ്മൾ ഈ കോണിയുടെ അങ്ങനെ കൈയാണ്, പിടിയാണ്, അതിലേക്ക് അനായമി തൂങ്ങി. ദർ വാസ് എ സ്മെൽ ബറ്റ് ഹൈറ്റഡ്. അവിടെ ഒരു ആ ഭാഗത്തൊരു മണം ഉണ്ടായിരുന്നു, ഒരു വാസന ഉണ്ടായിരുന്നു. എന്താ വാസന? മറ്റൊന്നുമല്ല, അതൊരു പൈൻ ഓയിൽ ഡിസിൻഫെക്റ്റൻ്റ് ആണ്. എന്നാണ് നമ്മുടെ ഈ സാനിറ്റൈസറൊക്കെ പോലെ നമ്മൾ എന്ത് ചെയ്യാം, അവിടെ അണുനശീകരണം നടത്താൻ വേണ്ടി ഉപയോഗിച്ച ഒരു പൈൻ ഓയിൽ. പക്ഷേ ആ വാസന സാധാരണ ആർക്കും ഇഷ്ടമല്ല, ബെറ്റിന് ഇഷ്ടമല്ല. ആ ഇഷ്ടമില്ലാത്തൊരു വാസനയാണ് അവരവിടെ അനുഭവിച്ചത്. ബട്ട് ആർണോൾഡ് ഡിഡ് നോട്ട് സീം ടു നോട്ടീസ്. പക്ഷേ ആർണോൾഡ് അതിലേക്ക് ശ്രദ്ധിക്കാതെ അതിന്മേൽ തന്നെയാണ്. യു നെവർ ന്യൂ സംടൈംസ് സ്മെൽസ് കുഡ് ജസ്റ്റ് പുട്ട് ഹിം ഇൻ എ സ്റ്റേറ്റ്. അപ്പോഴാണ് ബെറ്റ് പറഞ്ഞു കൊടുക്കുകയാണ്, ആ കൂടെ വന്ന സ്റ്റാഫിൻ്റെ അടുത്ത് പറയുകയാണ്, ഈ ചില വാസനകൾക്കൊക്കെ അവന് പറ്റാത്ത പ്രശ്നമുണ്ട്, അതുകൊണ്ട് എപ്പോഴാണ് അവന് മാറുമെന്ന് പറയാൻ കഴിയില്ല എന്നൊക്കെയുള്ള ഇവനെക്കുറിച്ചുള്ളൊരു ഐഡിയ, ഒരാശയം ആരുമായിട്ട് പങ്കുവെക്കുകയാണ്, സ്റ്റാഫുമായിട്ട് ബെറ്റ് പങ്കുവെക്കുകയാണ്. ദി നേഴ്സ് അൺലോക്ക്ഡ് എ ഡബിൾ ഡോർ ദാറ്റ് ഹാഡ് ചിക്കൻ വൈഡ് വിൻഡോസ്. അങ്ങനെ ഒരു ഡബിൾ ഡോറ് അവർ തുറന്നു. എന്താണ് ഇതിന്? ദാറ്റ് ഹാഡ് ചിക്കൻ വൈഡ് വിൻഡോസ്. അപ്പോൾ തുറന്നു നോക്കുമ്പോൾ ആ ജനലിലേക്ക് എന്താണ് ചിക്കൻ വൈഡ് വിൻഡോസ് ഉദ്ദേശിക്കുന്നത്? നമ്മളിങ്ങനെ കമ്പിയൊക്കെ അടിച്ച ജനലാണ്, നെറ്റടിച്ച് നമ്മൾ കൂടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നെറ്റടിക്കൂലേ, അതേപോലെയുള്ള ജനലാണ്. ദേ വാക്ക്ഡ് ത്രൂ എ കൊറിഡോർ പാസിംഗ് സെവറൽ ഫാറ്റ് അഗ്ലി വിമൻ ഇൻ ഷേപ്പ്ലെസ് ഗ്രേ ഡ്രസ്സസ് ആൻഡ് ആങ്കിൾ സോക്സ്. അങ്ങനെ അവിടെ കാണുമ്പോൾ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്, കുറേ സ്ത്രീകൾ, അഗ്ലി വിമൻ അല്ലേ, വിരൂപരായിട്ടുള്ള കുറേ സ്ത്രീകളാണ്. അവർ വ്യത്യസ്തമായ ഡ്രസ്സുകളൊക്കെ ധരിച്ചാണ് അവർ. പക്ഷേ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാകാം അവർ. വൺ ഓഫ് ദ വിമൻ സെഡ്, അവരെ കണ്ടപ്പോൾ ഒരു സ്ത്രീ, വിമൻ എന്ത് പറഞ്ഞു, അതിൽപ്പെട്ട വൺ ഓഫ് ദ വിമൻ അല്ലേ, ഒരു സ്ത്രീ പറഞ്ഞു എന്ന് പറഞ്ഞു ഇവരോട്. ആൻഡ് ഫെൽ ഗിഗ്ലിങ് ഇൻ ടു ദ ആംസ് ഓഫ് എ ഫ്രണ്ട്. അത് പറഞ്ഞിട്ട് മറ്റൊരാളുടെ കയ്യിലേക്ക് ചിരിച്ചുകൊണ്ട് വീണു. ദ നേഴ്സ് സെഡ് ഹിയർ വി ആർ. അങ്ങനെ അവർ തുറന്നു ചെന്ന റൂമിലേക്ക് നോക്കുമ്പോൾ നല്ല റൂം അല്ലെ, വാതിലൊക്കെ തുറന്ന് കാണിച്ചു കൊടുക്കണം. ഹിയർ വി ആർ, ഇതാണ് നമ്മുടെ സ്ഥലം. ഷീ ലെഡ് ദം ഇൻ ടു ആൻ എനോമസ് ഹോൾവേ ലൈൻഡ് വിത്ത് ലിറ്റിൽ വൈറ്റ് കോട്ട്സ്. അങ്ങനെ ഹോൾവേ ആണ്, ആ ഹോൾവേയുടെ ഇങ്ങനെ നടന്ന് നീങ്ങിയിട്ടാണ് അവർ ആ റൂമിലേക്ക് എത്തിയത്. എന്താണത്? ലിറ്റിൽ വൈറ്റ് കോട്ട്സ്. അവിടെ ഇങ്ങനെ വെള്ള കോട്ടുകളാണ്, കട്ടിലകളാണ് അവിടെ കാണുന്നത്. നോബഡി എൽസ് വാസ് ഇൻ ഇറ്റ്. ദർ വാസ് നോട്ട് എ സൈൻ ദാറ്റ് ചിൽഡ്രൻ ലിവ്ഡ് ഹിയർ എക്സെപ്റ്റ് ഫോർ എ ടൈനി കപ്ബോർഡ് ക്ലോൺ പിക്ചർ ഹാങ് ഓൺ വൺ വേക്കൻറ്റ് വാൾ. ഇവിടെ ആരുമില്ലാന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലാണ് കിടക്കുന്നത്. എന്താ കാര്യം? അവിടെ വളരെ വൃത്തിയിലാണ്, ആരും അവിടെ നേരത്തെ ഉപയോഗിച്ചിട്ടില്ല എന്ന രൂപത്തിൽ നല്ല വൃത്തിയുള്ള റൂമാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. എന്താണ് അവിടെ എന്ത് മാത്രമേ ഉണ്ട്, നേരത്തെ കുട്ടികളവിടെ ഉണ്ടായിരുന്നു തെളിവായിട്ട് എന്ത് മാത്രമേ ഉള്ളൂ, അവിടെ ചുമരിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ചെറിയ പിക്ചർ മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് യുവർ ബെഡ് ആർണോൾഡ്. ദിസ് വൺ ഈസ് യുവർ ബെഡ്. ഇതാണ് നിങ്ങളുടെ ബെഡ്, ഇതാണ് നിങ്ങൾക്ക് കിടക്കാനുള്ള ബെഡ് എന്ന് ആര് പറഞ്ഞു കൊടുക്കണം? സ്റ്റാഫ്. സെഡ് ദ നേഴ്സ്. ആ കൂടെ വന്ന നേഴ്സ് പറയാം. ബെറ്റ് ലെഡ് ദ സൂട്ട് കേസ് ഓൺ ഇറ്റ്. ബെറ്റ് അപ്പോൾ തൻ്റെ സൂട്ട് കേസിൻ്റെ മേലെ വെച്ചു. ഇറ്റ് വാസ് മെയ്ഡ് അപ്പ് സോ നീറ്റ്ലി. വളരെ വൃത്തിയായിട്ടുണ്ടായിരുന്നു റൂം. ദ ഷീറ്റ്സ് മൈറ്റ് ഹാവ് ബീൻ പെയിൻറ്റഡ് ഓൺ. അവിടെയുള്ള ഷീറ്റുകളൊക്കെ നല്ല വൃത്തിയിൽ പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി വെച്ചതാണ് അല്ലേ. എ സ്റ്റീലി ഗ്രേ ബ്ലാങ്കറ്റ് വാസ് ഫോൾഡ് അക്രോസ് ദ ഫുട്ട്. അവർ കാലിലിങ്ങനെ വിലങ്ങായിട്ട് ആ കിട്ടുന്ന വിലങ്ങിൽ ഒരു ബ്ലാങ്കറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നു. ഷീ ലുക്ക്ഡ് ഓവർ അറ്റ് ആർണോൾഡ് ബട്ട് ഹി വാസ് പ്രിവിറ്റിംഗ് ബാക്ക്. അത് കണ്ടപ്പോൾ ഇവൾ നോക്കുകയാണ്, ആർണോൾഡിനെ തിരിഞ്ഞ് നോക്കുകയാണ്. പക്ഷേ ആർണോൾഡ് എന്താ ചെയ്യുന്നത്? ഹി വാസ് pivoting back and forth to hear how his new sneakers creaked on the linoleum. ലിനോലിയം എന്ന് പറഞ്ഞാൽ നിലത്ത് വിരിക്കുന്ന കാർപ്പറ്റാണ്.
ആ കാർപ്പറ്റിൽ ഇങ്ങനെ അതിൻ്റെ ഷൂ ഇങ്ങനെ മുട്ടി നോക്കിയിട്ട് അതിന് ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ് അവർ നമ്മുടെ ആർണോൾഡ്. അതിനെ ശ്രദ്ധിക്കുന്നതിലേക്കാണ്. യൂഷ്വലി സെഡ് ദ നേഴ്സ്. അപ്പോൾ നേഴ്സ് പറയാണ്, യൂഷ്വലി വി ലൈക്ക് ടു ഗിവ് ന്യൂ റെസിഡൻസ് 6 months ഫോർ ദ ഫാമിലി വിസിറ്റ്സ്. ദാറ്റ് വേ ദേ സെറ്റിൽ ഇൻ ക്വിക്കർ. ഡോണ്ട് യു സീ? ഞങ്ങളിങ്ങനെ ഇത് കൊടുക്കുന്നത് എന്താണ്, റെസിഡൻസിന് ഇത് കൊടുക്കുന്നത് 6 months ബിഫോർ ദ ഫാമിലി വിസിറ്റിന് 6 മാസം മുമ്പാണ്. ദ വേ സെറ്റിൽ ഇൻ ക്വിക്കർ. ഡോണ്ട് യു സീ? ഇങ്ങനെ നമ്മൾ ഇങ്ങനെയൊക്കെ ഇതൊക്കെ സെറ്റിൽ ചെയ്ത് വെക്കുന്നത് നിങ്ങളിത് കണ്ടില്ലേ? റൂമിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഷീ ടേൺഡ് അവേ ആൻഡ് അഡ്ജസ്റ്റഡ് ദ ക്ലൗൺ പിക്ചർ. ദോ ആസ് ഫാർ ആസ് ബെറ്റ് കുഡ് ടെൽ ഇറ്റ് വാസ് ഫൈൻ ദ വേ ഇറ്റ് വാസ്. അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് അവരെന്താണ് തിരിഞ്ഞിരിക്കുകയാണ്. തിരിഞ്ഞിരിക്കുമ്പോൾ അവർ ആ ചുമലിൽ തൂക്കിയ പിക്ചറൊക്കെ ഒന്ന് വളരെ വൃത്തിയിൽ നേരെ വെക്കുകയാണ്. ആസ് ഫാർ ആസ് ബെറ്റ് ടെൽ ഇറ്റ് വാസ് ഫൈൻ ദാറ്റ് ഇറ്റ് വാസ് ഗുഡ്. അപ്പോൾ ഓവർ ഹർ ഷോൾഡർ ദ നേഴ്സ് സെഡ്. എന്നാലും തിരിഞ്ഞു പോകുന്ന അടിയിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് നേഴ്സ് പറയാണ്, യു ക്യാൻ ടെൽ ഹിം ഗുഡ് ബൈ നൗ ഇഫ് യു ലൈക്ക്. ഇപ്പോൾ തന്നെ തിരിച്ചു പോകുകയാണെങ്കിൽ ഗുഡ് ബൈ പറഞ്ഞു പോയിക്കോളൂ എന്ന് പറയണം. അവനോട് ഇരുന്നോളും, കുഴപ്പമില്ല, ഞങ്ങൾ നോക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാമെന്ന് അമ്മയോട് ബെറ്റിനോട് ആര് പറയുകയാണ്? നേഴ്സ് കൂടെ വന്ന നേഴ്സ് പറയണം. ഓ ബെറ്റ് സൈഡ്. ഓൾ റൈറ്റ്. ഷീ സെറ്റ് ഹർ ഹാൻഡ്സ് ഓൺ ആൾമോസ്റ്റ് ഷോൾഡേഴ്സ്. ഓ എന്നാൽ കുഴപ്പമില്ല, ഞാൻ പോവുക എന്നർത്ഥത്തിൽ എന്ത് ചെയ്യാണ്? ഓൾ റൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ബെറ്റ് തൻ്റെ 2 കൈകളും ഈ ഷോൾഡറിൻ്റെ മേലെ വെച്ചു, ആർണോൾഡിൻ്റെ. ദെൻ ഷീ ലെയ്ഡ് ഹർ ഫേസ് അഗെയിൻസ്റ്റ് ഹിസ് ഹെയർ. എന്നിട്ട് തൻ്റെ മുഖം നേരെ അവൻ്റെ മുടിക്ക് നേരെ, അവൻ്റെ തലക്ക് നേരെ മുഖം പിടിച്ചുകൊണ്ട്, വിച്ച് ഫെൽറ്റ് വാം ആൻഡ് ഫസി ഹണി ഷീ സെഡ്. അല്ലേ? എന്നിട്ട് അവൻ്റെ തൊഴിൽ കൈവച്ചുകൊണ്ട് മോനെ വിളിക്കാണ് ഹണി. ബട്ട് ഹി വെൻറ്റ് ഓൺ പേറ്റിങ്. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവൻ്റെ കളി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഷീ സ്ട്രൈറ്റൻഡ് ആൻഡ് ടോൾഡ് ദ നേഴ്സ്, ഐ ബ്രോട്ട് ദി സ്പെഷ്യൽ ബ്ലാങ്കറ്റ്. അവൾ എണീറ്റിട്ട് എന്ത് ചെയ്യണം? നേരെ നേഴ്സിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഐ ബോട്ട് ദി സ്പെഷ്യൽ ബ്ലാങ്കറ്റ്. ഞാൻ ഈ ബ്ലാങ്കറ്റ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബ്ലാങ്കറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലാങ്കറ്റ് എടുത്ത് കൊടുക്കണം. ഒഫെൻസ് ഓഫ് ദ നഴ്സ് ടേണിങ് ടുവേഴ്സ് ഹർ അഗൈൻ. ഓ അത് കുഴപ്പമില്ല, അത് വെച്ചോളൂ, അവിടെ തന്നെ വെച്ചോളൂ എന്ന് പറയണം. അതായത് ഇവന് കൊടുക്കാൻ വേണ്ടി പറയണം. വിൽ സീ ദാറ്റ് ഹി ഗെറ്റ്സ് ഇറ്റ്. അവനത് ഉപയോഗിച്ചെന്ന് നോക്കാം. അപ്പോൾ ഹി ഓൾവേസ് ലൈക്സ് ടു സ്ലീപ്പ് വിത്ത് ഇറ്റ്. ഹി ഹാസ് എവർ സിൻസ് ഹി വാസ് ലിറ്റിൽ. ചെറിയ കുട്ടിയാകുമ്പോഴേ അവന് ഈ ബ്ലാങ്കറ്റാണ് ഇഷ്ടം. അതിൽ മാത്രമാണ് അവൻ എന്ത് ചെയ്യാനുള്ളത്, അവന് പിന്നെ കടന്നുറങ്ങാനുള്ളത്. അതാണ് അവന് ഇഷ്ടപ്പെട്ട ബ്ലാങ്കറ്റ്. അതുകൊണ്ട് ഞാനത് കൊണ്ടുവന്നതെന്ന് അമ്മ പറയണം. ഓൾ റൈറ്റ്, ഡോൺ വാഷ്, ഹി ഹേറ്റ്സ് ഇഫ് യു വാഷ് ഇറ്റ്. അപ്പോൾ പറഞ്ഞു, ഇതുകൊണ്ട് അലക്കരുത്, അലക്കുന്നവന് ഇഷ്ടമല്ല, അതവന് ദേഷ്യമാണ് എന്നുള്ള കാര്യം കൂടി നേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു. യെസ്, സേ ഗുഡ് ബൈ ടു മോം മീ നൗ ആർണോൾഡ്. അപ്പോൾ നേഴ്സ് പറയണ, ഓക്കെ അമ്മ പോവാണ്, അമ്മയോട് ഗുഡ് ബൈ പറയുമെന്ന് നേഴ്സ് പറയാം. എ ലോട്ട് ഓഫ് ടൈംസ് ഹി വിൽ സർപ്രൈസ് യു. ഐ മീൻ ദർ ഇസ് എ ഹോൾ ലോട്ട് ടു ഹിം, ഹി ഈസ് നോട്ട് ജസ്റ്റ്. അപ്പോൾ നേഴ്സിനോട് പറയണ, ഒരുപാട് തവണ അവൻ നിങ്ങളെ സർപ്രൈസ് ആക്കാൻ സാധ്യതയുണ്ട്. ഐ മീൻ ദർ ഇസ് എ ഹോൾ ലോട്ട് ഹിം. അല്ലേ? എന്തൊക്കെ അവൻ്റെ അടുത്തുണ്ട്. ഹി ഈസ് നോട്ട് ജസ്റ്റ്, വിൽ ടേക്ക് വെരി ഗുഡ് കെയർ ഓഫ് ഹിം. അന്ന് വീണ്ടും ഇങ്ങനെ അവനെ കുറിച്ച് പറയുമ്പോൾ ഇടയിൽ കയറിയിട്ട് നേഴ്സ് പറയണം, വിൽ ടേക്ക് വെരി ഗുഡ് കെയർ ഓഫ് ഹിം. ഞങ്ങൾ അവനെ നോക്കിക്കോളാം. മിസ്സിസ് ബ്ലെവിൻസ് ഡോൺ വറി. അപ്പോൾ ഇവിടെ കൊടുത്ത് മിസ്സിസ് ബ്ലെവിൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? മിസ്സിസ് ബ്ലെവിൻസ് ഡോൺ വറി. വെൽ ഷി സെഡ് ബൈ ആർണോൾഡ്. ഷീ ലെഫ്റ്റ് ദ വാർഡ് വിത്ത് ദ നേഴ്സ് ആൻഡ് വെൻറ്റ് ഡൗൺ ദ കൊറിഡോർ. അയാൾ പറഞ്ഞുകൊണ്ട് ആർണോൾഡിനെ അവിടെ തനിച്ചാക്കിക്കൊണ്ട് അമ്മ ഇറങ്ങുകയാണ്. നേഴ്സിൻ്റെ അടുത്താക്കിയിട്ട് ഇറങ്ങുകയാണ്. കൊറിഡോർ, ആ ഇടനാഴിയിലൂടെ ഇറങ്ങി. ആസ് ദ നേഴ്സ് വാസ് അൺലോക്കിംഗ് the doors for her, she heard a single terrible scream, but the nurse only patted her shoulder and pushed her gently on through. അപ്പോൾ she had a single terrible, എന്തോ ഒരു ശബ്ദം അവിടെ കേട്ടു. അപ്പോൾ ഇവളൊന്ന് പേടിച്ചു എന്ന് നേഴ്സിന് തോന്നിയപ്പോൾ നേഴ്സിന് അവളുടെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കോളി എന്ന രൂപത്തിൽ നേരെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു വെച്ചു. In the taxi, Beth said, now I have just got 15 minutes to get to the station. I wonder if you could hurry. അപ്പോൾ അങ്ങനെ ടാക്സി കയറി. അപ്പോൾ അയാൾ കാത്തു നിൽക്കുന്നുണ്ട് ഡ്രൈവറെ. നേരെ കയറിയിട്ട് പറഞ്ഞു, 15 മിനിറ്റ് ഉണ്ട് സ്റ്റേഷനിൽ തന്നെ, എത്താൻ കഴിയുമോ, സ്പീഡ് പോകാൻ പറ്റുമോ എന്നുള്ള. ഷുവർ തിങ് ദ ഡ്രൈവർ സെഡ്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം. ഷീ ഫോളോഡ് ഹർ ഹാൻഡ്സ് ആൻഡ് ലുക്ക്ഡ് സ്ട്രൈറ്റ് ഹെഡ്. തൻ്റെ കൈകൾ ചുരുട്ടി പിടിച്ചുകൊണ്ട് അവളിങ്ങനെ മുന്നോട്ട് നോക്കി നിൽക്കണം. Tears seemed to be coming down her face in sheets. തൻ്റെ കയ്യിലുള്ള ഷീറ്റിലേക്ക് കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ടെന്ന് അവൾക്ക് തോന്നുന്നു. Once she reached the station. അങ്ങനെ അവൾ സ്റ്റേഷനിലെത്തിയപ്പോൾ she went to the ticket window. നേരെ ടിക്കറ്റ് എടുക്കുന്ന വിൻഡോയിലേക്ക് എത്തി. Am I in time for the 12:32? she asked. 12:32 ട്രെയിൻ വരാനുണ്ടാകാം. ആ ട്രെയിന് എത്തിയോ? ഞാൻ കുറച്ച് നേരത്തെ എത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചു. Easily said the man.
ഇറ്റ് ഈസ് 20 minutes late. പക്ഷേ ഒരു പക്ഷേ ആ ട്രെയിനിൻ്റെ പേരാകാം 12:32 അല്ലേ. അപ്പോൾ 12:32 എന്നുള്ള ആ പേര് ഒരു പക്ഷേ ആ ട്രെയിനിൻ്റെ പേര് വിളിച്ചതാണ്. ആ ട്രെയിനിന് ഞാൻ കുറച്ച് നേരത്തെ ട്രെയിന് പോയിട്ടില്ലല്ലോ എന്നാണ് ചോദ്യം. ആ ഇൻ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ സമയത്തിന് മുമ്പാണ്. ഓൺ ടൈമാണ് കൃത്യസമയമാണ്. ഇപ്പോൾ 9:30 സമയമെങ്കിൽ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ 9:30 എന്നുള്ളത് എന്താണ്, ഓൺ ടൈമാണ്. 9:30 കുറച്ച് മുമ്പ് 9:25 നിങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ എന്താണ്, ഇൻ ടൈമാണ്. അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത്. ആം ഐ ഇൻ ടൈം, ഞാൻ ഇൻ ടൈമിലല്ലേ ആ ട്രെയിനിന് എന്നുള്ളതാണ് ചോദ്യം. ഈസിലി സെഡ് ദ മാൻ, ഇറ്റ് ഈസ് 20 minutes late. ഒരു കുഴപ്പമില്ല, കാരണം അത് 20 മിനിറ്റ് ലേറ്റ് ആണെന്നാണ് ഇയാൾ പറഞ്ഞത്. വാട്ട്, അത്ഭുതത്തോടു കൂടി ഇയാൾ ചോദിക്കാണ്, ബെറ്റ് എന്താണ് നിങ്ങൾ പറഞ്ഞത്? ഗോട്ട് ഹെൽഡ് അപ്പ് ഇൻ നോട്ട് ഓൺ സംഭവം. ഞാനിപ്പോൾ അവിടെ നോട്ട് ഓണിൽ കുടുങ്ങുമോ എന്നുള്ളതാണ് ചോദ്യം. ബട്ട് യു കാൺ, ഷി സെഡ്. ഗോട്ട് ഹെൽഡ് അപ്പ്, സോറി, ഇവിടെ എന്താണ് വാട്ട് എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറയുന്നത് ഗോട്ട് ഹെൽഡ് അപ്പ് ഇൻ നോട്ട് ഓൺ സംഭവം. ഇവിടെ കുറച്ച് നേരം ഇവിടെ നിന്നാൽ മതി നിങ്ങൾ എന്നുള്ള, അതായത് സ്റ്റേഷനിൽ കുറച്ച് നേരം നിൽക്കുക. ഇവിടെ നോട്ട് ഓൺ ആയിരിക്കും സ്റ്റേഷൻ്റെ പേര്, അത് പ്രത്യേകം വേറെ നേരത്തെ പറഞ്ഞിട്ടില്ല. ബട്ട് യു കാൺ, ഷി സെഡ്. ദ മാൻ ലുക്ക്ഡ് സ്റ്റാർട്ടിൽഡ്. ഷീ മസ്റ്റ് ബി എ സൈറ്റ്, ഓൾ സോളൻ ഐഡ് ആൻഡ് വെറ്റ് ചീക്ക്ഡ്. ലുക്ക്, ഷീ സെഡ് ഇൻ എ ലോവർ വോയിസ്. പക്ഷേ കഴിയില്ല, നിങ്ങൾക്ക് അങ്ങനെ വൈകിപ്പിക്കരുത്, എനിക്ക് അങ്ങനെ നിൽക്കാൻ കഴിയില്ല എന്ന് പറയണം. എന്താ കാര്യം? ലുക്ക്, ഷീ സെഡ് ഇൻ ലോവർ വോയിസ്, താഴ്ന്ന ശബ്ദത്തിൽ പറയാണ്, ശബ്ദം താഴ്ത്തിയിട്ട് പറയാണ്. ഐ ഫിഗേർഡ് ദിസ് ഓൺ പർപ്പസ്, ഞാനിങ്ങനെ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഇതിൻ്റെ യാത്ര. ഐ ചോസ് ദ വൺ ട്രെയിൻ ഫ്രം ബിയല ദാറ്റ് വുഡ് ലെറ്റ് മീ ക്യാച്ച് അനദർ വൺ ബാക്ക് വിത്തൗട്ട് വെയിറ്റിംഗ്. ഐ ഡു നോട്ട് വാണ്ട് ടു സിറ്റ് ആൻഡ് വെയിറ്റ് ഇൻ ദി സ്റ്റേഷൻ. എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് നേരെ തിരിച്ചെത്തിയിട്ട് ഈ ട്രെയിനിൽ എത്തിയിട്ട് എനിക്ക് ബിയലേക്കുള്ള ട്രെയിൻ വരെ കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ട്രെയിൻ കറക്റ്റ് സമയത്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് പോകാനുള്ള ട്രെയിൻ ഉണ്ടാവുള്ളൂ, വാഹനം ഉണ്ടാവുള്ളൂ എന്ന് അറിയിക്കണം, സ്റ്റേഷനിലെ ആളെ അറിയിക്കണം. അതുകൊണ്ട് എനിക്കവിടെ ഒരിക്കലും വെയിറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് അവർ പറഞ്ഞു. 20 minutes സ്റ്റഡി, ദാറ്റ്സ് ഓൾ ഇറ്റ് ഈസ്. ഒരു 20 മിനിറ്റ് മാത്രമേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ ഇരിക്കുക എന്നുള്ള. ഐ എം ഗോയിങ് ടു ഡു, ഞാൻ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഹി ടേൺ ബാക്ക് ടു ഹിസ് ലെഡ്ജേഴ്സ്. അതുകൊണ്ട് അയാളിങ്ങനെ ലെഡ്ജറിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞ പേര് ഇതൊക്കെ എഴുതി വെക്കുന്നതാണ്, കണക്കുകളൊക്കെ, ലെഡ്ജർ ബുക്ക്. ഷി വെൻറ്റ് ഓവർ ടു ബെഞ്ച് ആൻഡ് സാറ്റ് ഡൗൺ. അവളങ്ങനെ ബെഞ്ചിൽ പോയിട്ട് ഇരിക്കുകയാണ്. Ladders and scaffolding towered above her, and only 10 or 12 passengers were dotted through the rest of the station. The place looked bombed out, nothing but a shell. അവൾക്കിങ്ങനെ ആകെ ഒരു ഫീലിംഗ്, ആകെ കുറച്ച് ആളുകൾ അവിടെ നടക്കുന്നുള്ളൂ, ഒന്ന് ബോംബൊക്കെ ഇട്ട് ഒന്ന് തകർന്നു പോയ ഒരു റെയിൽവേ സ്റ്റേഷനെ പോലെ ആ സ്റ്റേഷൻ അവൾക്ക് ഫീൽ ചെയ്യണം. 20 minutes മാത്രമല്ല, ഇവിടെ ഒറ്റയ്ക്ക് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ആളിനോടില്ലാതെ, മറ്റേ യാത്രയിലാന്ന് വരെയൊക്കെ അല്ലേ, ഇത് യാത്രയൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് ആ ട്രെയിൻ സ്റ്റേഷനിൽ ഈ ഒരു ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് നിൽക്കുന്ന അമ്മയുടെ ഒരു സീനാണത്. 20 minutes, ഇനി 20 മിനിറ്റ് വലിയ സമയമാണ്. ഷി സെഡ് അലൗഡ്, വാട്ട് ഐ ആം ഗോയിങ് ടു ഡു, ഇനി എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. ത്രൂ ദ ഡബിൾ ഗ്ലാസ് ഡോർസ് അറ്റ് ദ ഫാർ എൻഡ് ഓഫ് ദ സ്റ്റേഷൻ എ പ്രൊസഷൻ ഓഫ് ഗ്രേ സ്യൂട്ടഡ് മെൻ അറൈവ്ഡ് വിത്ത് ബ്രീഫ് കേസസ്. അങ്ങനെ അവർ ഇരിക്കുമ്പോൾ സമയത്താണ് ആ സ്റ്റേഷൻ്റെ അപ്പുറത്ത് നിന്ന്, ഗ്ലാസ് ഡോറിൻ്റെ അപ്പുറത്ത് നിന്ന് ഒരു ജാഥ പോലെ കുറച്ച് ആളുകൾ അങ്ങോട്ട് എത്തിയത്. ബ്രീഫ് കേസൊക്കെ കയ്യിലുണ്ട്, ചെറിയ സൂട്ട് കേസ് പോലുള്ള കയ്യിലുണ്ട്. More men came behind them. അവരുടെ പിന്നിലായിട്ട് കുറേ വേറെ ആളുകൾ വരുന്നുണ്ട്. ഡ്രസ്ഡ് ഇൻ വർക്ക് ക്ലോത്ത്സ്, എന്തോ ഒരു വർക്ക് ചെയ്യുന്ന ക്ലോത്ത്സിലാണ് അവർ വരുന്നത്. ക്യാരിയിങ് ഫോൾഡിങ് ചെയർസ്, ബ്ലാക്ക് ടങ് ലൈക്ക് ബോക്സസ് വിത്ത് സിൽവർ ഹിഞ്ചേഴ്സ്, മൈക്രോഫോൺസ്, എ വുഡൻ ലെക്ടൺ ആൻഡ് ആംലോഡ് ഓഫ് ബണ്ടിങ്. അപ്പോൾ എന്താണ്, ഇവരുടെ കയ്യിൽ കുറേ സംഗതികളായിട്ടാണ് വരുന്നത്. എന്തോ ഒരു പ്രോഗ്രാമിനുള്ള വരവിൻ്റെ പോലെയാണ് അവർ വരവ്. എന്തൊക്കെയാണ് അവരുടെ കയ്യിലുള്ളത്? ബോക്സുകളുണ്ട്, പിന്നെ സിൽവർ ഹിഞ്ചസ് ഉണ്ട്, മൈക്രോഫോൺ ഉണ്ട്. ലെക്ടണാണ് നമ്മൾ എന്താ പറയുക, വായിക്കാതിരിക്കുന്നൊക്കെ മേശയാണ്. പിന്നെയോ ആംലോഡ് ഓഫ് ബണ്ടിങ് ആണ് വിരിപ്പാണ് ഉദ്ദേശിക്കുന്നത്, ഇവിടെ വിരിക്കാനുള്ള വസ്തു. ദേ സെറ്റ് ദ ലെക്ടൺ ഡൗൺ ഇൻ ദ സെൻറ്റർ ഓഫ് ഫ്ലോർ. അങ്ങനെ ആ വന്നിട്ട് ഇപ്പോൾ നമ്മുടെ ബെറ്റ് ഇരിക്കുന്ന ആ ഭാഗത്തേക്കാണ് അവർ വരുന്നത്. അവിടെ നിന്നിട്ട് എന്ത് ചെയ്യാണ്, ആ ഫ്ലോറിൽ അവർ സാധനങ്ങളൊക്കെ വെക്കുകയാണ്. നോട്ട് 6 feet ഫ്രം ബെറ്റ് ഇരിക്കുന്ന ഒരു 6 അടി പുറത്താണ് ഈ സംഗതികളൊക്കെ ഒരുക്കുന്നത്. ദ ഡ്രേപ്ഡ് ദ ബണ്ടിങ് അക്രോസ് ഇൻ ആൻ ആർക്ക് ഓഫ് റെഡ്, വൈറ്റ് ആൻഡ് ബ്ലൂ. അപ്പോൾ ഒരു ചുവപ്പിലും വെള്ളയിലും ബ്ലൂവിലൊക്കെ ഉള്ള ഇങ്ങനെ ഈ സ്പ്രെഡ് അവിടെ ഒരു ഡ്രൈപ്പ് അല്ലേ വിരിച്ചു. വയേഴ്സ് വേർ കണക്റ്റഡ്, എന്നിട്ട് വയർ കണക്ട് ചെയ്യുന്നുണ്ട്. ഫ്ലഡ് ലൈറ്റ്സ് വേർ ലിറ്റ് അല്ലേ, അങ്ങനെ അവിടെ ഫ്ലഡ് ലൈറ്റ് പോലെയുള്ള വസ്തു വലിയ ലൈറ്റ് കൊടുത്തിട്ട് അതൊക്കെ ഓണാക്കി വെച്ചു. മൈക്രോഫോൺസ് സ്ക്രീച്ച്ഡ്. അപ്പോൾ ഇങ്ങനെ ബെറ്റിങ്ങനത്തൊക്കെ കാണുന്നുണ്ട്, പക്ഷേ അവരുടെ മനസ്സവിടെ അല്ല, ഇവിടെ വർക്ക് നടക്കുന്നത് കാണുന്നുണ്ട്. എന്തൊരു പ്രോഗ്രാം ചെയ്യാനുള്ള സംഗതിയാണ് അവിടെ. പക്ഷെ അപ്പോൾ മൈക്രോഫോൺ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. വൺ ഓഫ് ദ വർക്ക്മെൻ സെഡ്. അപ്പോൾ അതിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ട്രൈ ഹർ, ഒന്ന് ശ്രമിക്കൂ എന്ന് പറയുന്നുണ്ട്.
He held the microphone out to a fat man in a suit. എന്നിട്ട് ഹി ഹെൽഡ് എ മൈക്രോഫോൺ ഔട്ട് എ ആ സൂട്ടിലുള്ള ഫാറ്റ്മാനെ കൊടുത്തു. ട്രൈ ഹെർ മേയർ, ഒരു പക്ഷേ അവൾക്ക് മൈക്ക് കൊടുക്കാനായിരിക്കും, ആർക്ക് ഒരു പക്ഷേ ബെറ്റിന് മൈക്ക് കൊടുക്കാനായിരിക്കും. Who cleared his throat and said, "Ladies and gentlemen, on the occasion of expansion of this fine old railway station." മൈക്ക് ചെക്ക് ചെയ്യാണ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇവിടെ എന്താണ് ഈ എക്സ്പാൻഷൻ, ഈ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ്റെ എക്സ്പാൻഷനായിട്ട് ബന്ധപ്പെട്ട സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ചെക്ക് ചെയ്യാണ്. ഷുഡ് ഡു ഗെറ്റ് ആൻ എക്കോ ഹിയർ, ഇവിടെ ഒരു എക്കോ കിട്ടുന്നുണ്ട് എന്നുള്ള. ഡോക്യുമെൻറ്റ് സെഡ് കീപ്പ് ഓൺ ഗോയിങ്. ദ മേയർ ക്ലിയർഡ് ഹിസ് ത്രോട്ട് അഗെയിൻ, എന്നിട്ട് ഒന്നുകൂടി മേയർ ഇങ്ങനെ തൊണ്ട ക്ലിയർ ആയിട്ട് പറയണം. ഇഫ് ഐ മേ, ഹി സെഡ്, ഐ വുഡ് ലൈക്ക് ടു ടേക്ക് അബൌട്ട് 20 minutes ഓഫ് യുവർ ടൈം ഫ്രണ്ട്സ്. ഏകദേശം ഒരു 20 മിനിറ്റ് ഞാൻ നിങ്ങളിൽ നിന്ന് എടുക്കണം. അപ്പോൾ അവിടെ വന്നാളുകൾക്കുള്ള മുമ്പിൽ പ്രോഗ്രാം അവതരിപ്പിക്കാനായിരിക്കാം. ഹി സ്ട്രൈറ്റൻഡ് ഹിസ് ടൈ, എന്നിട്ട് പറഞ്ഞ് ടൈ ഒക്കെ ഒന്ന് സ്ട്രൈറ്റ് ചെയ്തു, നേരെ പിടിക്കാണ്. ബെറ്റ് ബ്ലീവ് ഹർ നോസ്, ബെറ്റ് തന്നെ മൂക്കൊന്ന് ചിറ്റി. ആൻഡ് ദെൻ ഷി വൈപ്ഡ് ഹർ ഐസ് ആൻഡ് സ്മൈൽഡ്. ഈ കാഴ്ച കണ്ട് അവളറിയാതെ അവളെ എന്ത് ചെയ്തു, കണ്ണൊക്കെ തുടച്ച് അവളറിയാതെ പുഞ്ചിരിക്കണം. ദേ ഹാഡ് കം ജസ്റ്റ് ഫോർ ഹർ സേക്ക്, യു മൈ തിങ്ക്, ഒരു പക്ഷേ അവൾക്ക് വേണ്ടിയാണോ അവർ വന്നതെന്ന് തോന്നിപ്പോകുന്ന പ്രകടനമാണ് നടത്തുന്നത്. ദേ വെർ പുട്ടിങ് ഓൺ എ സോർട്ട് ഓഫ് പ്രൈവറ്റ് പ്ലേ, അവരെന്തൊക്കെ ഒരു പ്രൈവറ്റ് പ്ലേ, സ്വകാര്യ നാടകം കളിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫ്രം നൗ ഓൺ ഓൾ ദ വേൾഡ് വാസ് ഗോയിങ് ടു ബി ലൈക്ക് ദാറ്റ്. ഈ സമയം മുതൽ എല്ലാം ഒരു കളിയാണെന്ന് തോന്നൽ ആർക്കുണ്ടാക്കുകയാണ്, ഒരു പക്ഷേ ഈ അമ്മക്ക് തോന്നുന്നുണ്ട്, ബെറ്റിന്. ജസ്റ്റ് സംതിങ് ഓൺ എ സ്റ്റേജ് ഫോർ ഹർ ടു സിറ്റ് ബാക്ക് ആൻഡ് വാച്ച്. അവളിപ്പോഴോ ആ നാടകം കളിക്കുന്ന ആ സ്റ്റേജിൽ ഒരു അംഗമായിട്ട് ആര് നിൽക്കുന്നുണ്ട്, ഇപ്പോൾ ബെറ്റ് നിൽക്കുന്നുണ്ട്. സംതിങ് ഓൺ എ സ്റ്റേജ്, ജസ്റ്റ് സംതിങ് ഓൺ എ സ്റ്റേജ് ഫോർ ഹർ ടു സ്റ്റിക്ക് ബാക്ക് ആൻഡ് വാച്ച്. ഇപ്പോൾ അവൾ എന്ത് ചെയ്യാണ്, സിറ്റ് ബാക്ക് ഇരുന്നുകൊണ്ട് ഒക്കെ വാച്ച് ചെയ്യണം, അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവൾ വാച്ച് ചെയ്യണം അല്ലേ. ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ സ്റ്റോറി അവസാനിക്കുകയാണ്. അപ്പോൾ ഇതാണിതിൽ ഒരു സംഗതി. ഈ കുട്ടിയെ ആക്കി ഒറ്റയ്ക്ക് പോകുന്ന, അവസാനം നിർബന്ധിതമായിട്ട് കുട്ടിയെ പിന്നെ അവിടെ ഏൽപ്പിച്ച് തിരിച്ചു പോകുന്ന അമ്മയുടെ ഒരു വേദന അല്ലേ. ഇതാണ് കഥ. ഇതിനെ ലെറ്റ്സ് സ്റ്റോപ്പ് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.